കൊളഗപ്പാറയിൽ വീണ്ടും വന്യമൃഗ മാനിനെ കൊന്നു ഭക്ഷിച്ചു. കടുവയെന്ന നാട്ടുകാർ കൊളഗപ്പാറ സ്കൂളിന് സമീപം മുട്ടക്കുളത്ത് ജോൺസന്റെ വാഴത്തോട്ടത്തിലാണ് മാനിന്റെ അഴുകിയ ജഡം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരവധി ആളുകൾ കടുവയെ നേരിൽ കണ്ടതായും നാട്ടുകാർ. കൊളഗപ്പാറ AUP സ്കൂളിനും അംഗൻവാടിക്കും സമീപത്തായാണ് ഇന്ന് മാനിന്റെ പാതി ഭക്ഷിച്ച ജഡം കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് അഴുകിയ നിലയിൽ മാനിന്റെ ജഡം കണ്ടെത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഏറെ ആളുകൾ കാൽനടയാത്രയ്ക്കായി ആശ്രയിക്കുന്ന ഭാഗത്താണ് കർഷകർ ഇന്നലെ കടുവയെ നേരിൽ കണ്ടതായി പറയുന്നത്. കടുവയെ നേരിൽ കണ്ട തൊഴിലാളികളടക്കമുള്ളവരുടെ നടുക്കം ഇതേവരെ മാറിയിട്ടില്ല. ഞാൻ ഇന്നലെ കാലത്ത് വായയിലേക്ക് വന്നപ്പോ വായന്ന് പുലർച്ചെ കരയിലേക്ക് ഇങ്ങനെ കയറിയ പാടാണ് ഈ കടുവ അങ്ങോട്ട് ചാടുന്നത് ഞാൻ ശരിക്കും കണ്ടു. ആ ശാലുവിന്റെ കാട്ടിലേക്കാണ് ചാടിയത്. പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പേടിച്ചിട്ട് പിന്നെ കഴുകിനെ കണ്ടാ പിന്നെ പേടിക്കാതിരിക്കുവോ? വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകളോ മറ്റു ലക്ഷണങ്ങളോ കാണാത്തതിനാൽ സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. ഇതോടെ പ്രദേശവാസികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. മാത്രം തിന്നോണ്ടിരിക്കല്ലോ. ആ കടുവ വന്ന് ആ സാധനത്തിന് പിന്നെ അതിനുശേഷം ഇവിടെ ഒക്കെ പട്ടികളുണ്ട്. ആ പട്ടി പകലോ എപ്പോഴേലും വന്ന് അങ്ങോട്ട് ആയിക്കൂടെ? അപ്പൊ അങ്ങനെയോ? അല്ലാണ്ട് ഇത് ഉപ്പ് ചോറ് തിന്നുന്നതിന് മനസ്സിലാക്കാം. എന്താണെന്നറിയോ? ഇത് കടുവയാണ് പിടിച്ചത്. നിങ്ങൾക്കിപ്പോ മൊത്തത്തിൽ കടുവയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾ പട്ടിയാക്കി പട്ടിയിലാണ് നമുക്ക് നോക്കണ്ടേ. ഇതിപ്പോ മൃഗങ്ങളെ പട്ടിനടക്കം ഞങ്ങൾക്ക് നോക്കണം. കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശത്ത് നിന്ന് 3 ആടുകളെ കടുവ പിടികൂടിയിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്യമൃഗ സാന്നിധ്യമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനുള്ള നടപടിയുണ്ടാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നിപ്പോ അസംഖ്യമായ ദുർഗന്ധ കാരണമാണ് അടുത്തുള്ള കാണുന്നതാണ്. ഒന്ന് നോക്കുമ്പോഴാണ് ഇതിനെ തിന്നിട്ട് അവശേഷം കിടക്കുന്നത് കാണുന്നത്. തൊട്ട് ചേർന്ന് തന്നെ കാണുന്ന റോഡ് സ്കൂൾ റോഡാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന റോഡാണ്. അത് തൊട്ട് മേലെ അംഗനവാടി ഒരു 35-40 വീട്ടുകാർ പ്രദേശമായിട്ട് താമസിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കരരാ. ഇതിപ്പോ ഏത് ഭാഗത്താണ് വന്യജീവികളൊന്നും അറിയില്ല. കഴിഞ്ഞ മാസങ്ങളിൽ കടുവ 3 പശുക്കളെ കൊന്ന പ്രദേശത്തു നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ന് വീണ്ടും വന്യമൃഗ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന വനം വകുപ്പ് അധികൃതരുടെ ഉറപ്പിന്മേലാണ് പ്രദേശവാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.